السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ അൽ അഫു, അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ തവ്വാബ് എന്നീ നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അൽ അഫു എന്ന പേര് അള്ളാഹുവിൻ്റെ ആഫു എന്ന വിശേഷണം സൂചിപ്പിക്കുന്ന പേരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്നവനാണ്, അവൻ വിട്ടു നൽകുന്നവനാണ്. ഗഫൂർ എന്നാൽ അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനാണ്. ഗഫറ എന്നാൽ പാപം പൊറുക്കുക. ഗാഫിറു ദംബ്, റബ്ബ് പാപം പൊറുക്കുന്നവനാണ്. ഖുർആനിൽ വന്നിട്ടുണ്ട് ഗാഫിറു ദംബ്, അള്ളാഹു ദംബ് പൊറുക്കുന്നവനാണ്. ഗാഫിർ എന്ന് പറയുന്നതിനേക്കാൾ ആധിക്യം സൂചിപ്പിക്കുന്നതാണ് ഗഫൂർ എന്ന പേര്. കാരണം ഗഫൂർ എന്നാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുമപ്പുറത്താണ് ഗഫാർ എന്ന പേര്. ഫആൽ എന്ന വസനിലാണ് അത് വരുന്നത്. അഥവാ അവൻ ധാരാളമായി പുറത്തു തരുന്നവനാണ്. തവ്വാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ്. എന്താണ് തവ്വാബിൻ്റെ അർത്ഥം? ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ ഈ പേരുകൾ, ഈ പറഞ്ഞ 4 പേരുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അൽ ഗഫൂർ എന്ന പേര് ഖുർആനിൽ 90-ലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ. തീർച്ചയായും അള്ളാഹു അവൻ അഫൂവും ഗഫൂറുമാണ്. അവനേറെ മാപ്പാക്കുന്നവനും വിട്ടുതരുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വകാന അല്ലാഹു അഫൂവൻ ഗഫൂറ. അള്ളാഹു അഫൂവും ഗഫൂറുമാണ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹു ഗഫൂറും റഹീമുമാണ്. അവനേറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞു, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ തുമ്മ ഇഹ്തദ. വഇന്നീ ലഗഫാർ, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്. ആർക്കാണ്? ലിമൻ താബ, ആരാണോ തൗബ ചെയ്തത്, വആമന, വിശ്വസിച്ചത്, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത്, തുമ്മ ഇഹ്തദ, അതുപോലെ സന്മാർഗത്തിലായത്, അവർക്ക് ഏറെ പൊറുക്കുന്നവനാണ് ഞാൻ. തവ്വാബുർ റഹീം, വഅന തവ്വാബുർ റഹീം, ഞാനാണ് തവ്വാബും റഹീമും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അഫു എന്ന അള്ളാഹുവിൻ്റെ പേര് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് പാപങ്ങളെ മായ്ച്ചു കളയുന്നവൻ എന്ന പേരാണ്. അറബിയിൽ ആഫ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക. ആഫത്തിർ റീഹു അൽ അഥർ, കാറ്റ് മരുഭൂമിയിലൂടെ നടന്നുപോയ ഒരാളുടെ കാലടിപ്പാടുകൾ അത് കാറ്റ് വന്ന് മാഞ്ഞുപോയാൽ അതിനെന്തു പറയും? ആഫത്ത് റീഹ്, കാറ്റ് മായ്ച്ചു കളഞ്ഞു. അൽ അഥർ, അടയാളം കാറ്റ് മായ്ച്ചു കളഞ്ഞു. ആ അർത്ഥമാണ് അഫു എന്ന റബ്ബിൻ്റെ പേരിനുള്ളത്. അള്ളാഹു പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്. അതിൻ്റെ അനന്തര ഫലങ്ങൾ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അത് മായ്ച്ചു കളയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഗഫൂർ എന്ന പേര് സൂചിപ്പിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ്.
പാപങ്ങളെ മറച്ചു വെക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഗഫറ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മറച്ചു വെക്കുക, കാണിക്കാതിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് തലയിൽ ധരിക്കുന്ന, ശിരസിലൊരാൾ യുദ്ധത്തിലും മറ്റും ധരിക്കുന്ന ആ തലക്ക് പോറലേൽക്കാതിരിക്കാൻ ധരിക്കുന്നതിന് മിഗ്ഫർ എന്ന് പറയും അറബിയിൽ. മിഗ്ഫർ എന്നാണ് അതിന് പറയുക. ഗഫറ എന്ന വാക്കാണ് അതിൽ വന്നിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അഫുവും ഗഫൂറും തമ്മിലുള്ള വ്യത്യാസം? അത് ഒറ്റക്കൊറ്റക്ക് പറഞ്ഞാൽ, അഫു എന്ന അള്ളാഹുവിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ അതിൽ അള്ളാഹു പാപം മായ്ച്ചു കളയുന്നവനാണ്, അതുപോലെ പാപം പുറത്തു തരുന്നവനാണ്, രണ്ടും ഉൾപ്പെട്ടു. എന്നാൽ ഇത് ഒരുമിച്ച് പറഞ്ഞാൽ, ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ അതിൽ മുഅ്മിനീങ്ങളുടെ ദുആയി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. വഅഫു അന്നാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ, പാപങ്ങൾ വിട്ടുപൊറുക്കണമേ. വഗ്ഫിർ ലനാ, പാപം പുറത്തു തരണമേ. വർഹംനാ, റഹ്മത്ത് ചൊരിയണമേ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അഫു എന്നത് പാപം മായ്ച്ചു കളയലാണ്, അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കലാണ്. രണ്ടും ഒരുമിച്ച് പറഞ്ഞാലുള്ള അർത്ഥമാണ് പറയുന്നത്. കാരണം ചില പദങ്ങൾ, അറബിയിലെ ചില പദങ്ങൾ ഇസ്ലാമിലെ ചില സാങ്കേതിക പദങ്ങളുടെ പ്രത്യേകതയാണ്. അത് ഒറ്റക്കൊറ്റക്കായി പറഞ്ഞാൽ അതിൽ രണ്ടർത്ഥവും വരും. എന്നാൽ അത് ഒരുമിച്ച് പറഞ്ഞാൽ അർത്ഥം അത് പങ്കിട്ടെടുക്കും. ഉദാഹരണത്തിന് ഇസ്ലാമും ഈമാനും. ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞു, ഈമാൻ പറയാതെ, എങ്കിൽ അതിൽ ഇസ്ലാമിലെ ബാഹ്യമായ കർമ്മങ്ങൾ, ആളുകൾക്ക് കാണാൻ പറ്റുന്ന നിസ്കാരം, സക്കാത്ത്, നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾ ഉൾപ്പെട്ടു. അതുപോലെ ആന്തരികമായ ഉള്ളിലുള്ള വിശ്വാസവും ഉൾപ്പെട്ടു. രണ്ടിനും കൂടിയാണ് ഇസ്ലാം എന്ന് പറയുക ഒറ്റക്ക് പറഞ്ഞാൽ. ഈമാനും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. എന്താണ് അവിടെ അർത്ഥം? പുറമേക്ക് കാണുന്ന പ്രവർത്തനങ്ങൾ എന്നാണോ? അല്ല, രണ്ടും ഉൾപ്പെടും. എന്നാൽ അത് ശരിയാവുകയുള്ളൂ. അള്ളാഹുവിൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്, ഇസ്ലാം മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. അതേസമയം നോക്കൂ, ഇത് രണ്ടും ഒരേ സന്ദർഭത്തിൽ ഒരുമിച്ച് പറഞ്ഞാൽ, ഉദാഹരണത്തിന് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ പറഞ്ഞു ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു, ഈമാനുള്ളവരായിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, നബി അവരോട് പറയുക, നിങ്ങൾ ആമന്ന ഖുല്ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, ഖുല്ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല എന്ന് പറയുക. വല, മറിച്ച് നിങ്ങൾ എന്തു പറയുക? അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. അവിടെ എന്താണ് ഉദ്ദേശം? ഇസ്ലാം എന്നതിൻ്റെ ഉദ്ദേശം അവിടെ പറഞ്ഞാൽ ഉദ്ദേശം ആളുകൾക്ക് കാണാവുന്ന പ്രവർത്തനങ്ങൾ. ഈമാൻ എന്നാൽ ഉള്ളിലുള്ള വിശ്വാസം. ഒരുമിച്ച് പറഞ്ഞാൽ അർത്ഥം ആ രണ്ട് പദങ്ങൾ പങ്കിട്ടെടുക്കും. ഒറ്റക്കൊറ്റക്ക് പറഞ്ഞാൽ രണ്ടർത്ഥവും ഒരൊറ്റ പദത്തിനുണ്ടാവും. അങ്ങനെ ഇസ്ലാമിൽ പദങ്ങളുണ്ട്. അതിലൊന്നാണ് ബിറും തഖ്വയും. ഇതാണ് ബിറും തഖ്വയും. ബിർ എന്നാൽ നന്മ, തഖ്വ എന്നാൽ സൂക്ഷ്മത എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ മലയാളത്തിൽ അർത്ഥം പറയും. ബിർ എന്ന് ഒറ്റക്ക് വന്നാൽ അവിടെ നന്മകൾ ചെയ്യുകയും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും രണ്ടും ഉൾപ്പെടും. തഖ്വയും അങ്ങനെ തന്നെയാണ്. ഒറ്റക്ക് പറഞ്ഞാൽ അവിടെ നന്മകൾ ചെയ്യലും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും രണ്ടർത്ഥവും വരും. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ബിറിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നന്മയിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത്. ബിറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞു ആയത്തിൽ. അപ്പോൾ എന്താണ് ബിറിന്റെ അർത്ഥം? നന്മ ചെയ്യുക. തഖ്വയുടെ അർത്ഥം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇങ്ങനെ പല പദങ്ങളുണ്ട്. നോക്കൂ, വഅഫു അന്നാ വഗ്ഫിർ ലനാ. അഫു എന്നാൽ ആഫു എന്നാൽ മാപ്പ് നൽകുക. അഫു വാവിന് ശബ്ദ നൽകിക്കൊണ്ട്, അതാണ് അള്ളാഹുവിൻ്റെ പേര് അൽ അഫു. അവൻ മാപ്പ് നൽകുന്നവനാണ്, തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കാത്തവനാണ്, ആ ശിക്ഷ ഒഴിവാക്കുന്നവനാണ്. എന്നാൽ ഗഫറ, അള്ളാഹു മഗ്ഫിറത്ത് നൽകി എന്ന് പറഞ്ഞാൽ അതിനൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഒരു ശ്രേഷ്ഠത കൂടി നൽകുന്നുണ്ട്. അള്ളാഹു അവനിലേക്ക് അവൻ്റെ പാപമോചനവുമായി തിരിയുന്നുണ്ട്. അഫുവിൻ്റെ അപ്പുറത്താണ് മഗ്ഫിറത്ത് എന്ന് പല പണ്ഡിതന്മാരും അഫുവിൻ്റെ അപ്പുറത്താണ് മഗ്ഫിറത്ത് എന്ന് വിശദീകരിച്ചത് കാണാം.
റഹ്മത്ത് അതിലും അപ്പുറത്താണ്. പാപങ്ങൾ പൊറുക്കുന്നതോടൊപ്പം അള്ളാഹു നന്മകൾ നൽകുക എന്ന അർത്ഥം കൂടി അതിലുൾപ്പെടും. നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ പേര് ഒരു മുഅ്മിൻ പഠിച്ചാൽ അവന് അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടാകും, അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നവനാണ്, അവൻ വിട്ടു നൽകുന്നവനാണ്, അവൻ മാപ്പാക്കുന്നവനാണ്. അതുപോലെ അള്ളാഹുവിൽ പ്രതീക്ഷ, റജാ ഒരു മുഅ്മിനിന് ഉണ്ടാകും. അള്ളാഹുവിനോട് ഹയാ ഉണ്ടാകും, അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകും. അതുണ്ടാകണം. കാരണം അള്ളാഹു നിന്റെ തെറ്റുകളുടെ പേരിൽ നിന്നെ വഷളാക്കുന്നില്ല, മറിച്ച് ആ തെറ്റ് അള്ളാഹു മൂടി വെക്കുകയാണ്. അള്ളാഹു എങ്ങാനും അത് പുറത്തറിയിച്ച് നിന്നെ വഷളാക്കിയിരുന്നുവെങ്കിൽ ഒരാൾക്കും നിനക്ക് സൽപ്പേര് തരാൻ സാധിക്കുകയില്ല. ആ റബ്ബിനോട് ഹയാ വേണം, ലജ്ജ വേണം. പൊറുക്കുന്ന റബ്ബ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുക പൊറുക്കുന്ന റബ്ബിനോട് ഹയാ, ലജ്ജ ഉണ്ടാകണം. ഈ പേര് പഠിക്കുമ്പോൾ അതാണ് ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടത്. ഇത് നോക്കൂ, അള്ളാഹുവിൻ്റെ തവ്വാബ് എന്ന പേര് എന്താണ് അതിൻ്റെ അർത്ഥം? താബ എന്നാൽ മടങ്ങി എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. താബ എന്നാൽ മടങ്ങി. അടിമയുടെ തൗബയുണ്ട്, അള്ളാഹുവിൻ്റെ തൗബയുണ്ട്. അടിമയെ എന്ത് വിശേഷിപ്പിക്കും? അവൻ തൗബ ചെയ്യുന്നവനാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു തവ്വാബാണെന്നാൽ അതിന് പ്രധാനപ്പെട്ട രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല അടിമക്ക് തൗബക്കുള്ള തൗഫീഖ് നൽകും. ആരാണ് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ, പാപമോചനം തേടാനുള്ള പ്രേരണ നൽകുന്നത്? അതിന് തൗഫീഖ് ചെയ്യുന്നത് റബ്ബാണ്. രണ്ടാമത്തെ അർത്ഥം, ആ തൗബ ചെയ്ത അടിമയുടെ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, അള്ളാഹു സൂറത്തു തൗബയിൽ പറഞ്ഞത് ലഖദ് താബ അല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم. അള്ളാഹു പറയുകയാണ്, റബ്ബാണ്, അള്ളാഹുവാണ്. അള്ളാഹു ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, പുറത്തു കൊടുത്തിരിക്കുന്നു. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും തൗബ അള്ളാഹു അവരോട് താബ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം. എന്നിട്ടത് ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയണം സുമ്മ താബ അലൈഹിം, വീണ്ടും അള്ളാഹു അവരോട് തൗബ ചെയ്തു. എന്താണ് ആ തൗബ? രണ്ടാമത്തെ തൗബ. ഒന്നാമത്തെ തൗബ അവർക്ക് തൗബക്ക് തൗഫീഖ് നൽകി. രണ്ടാമത്തെ ആ ആയത്തിൽ പറഞ്ഞ താബ എന്നതിൻ്റെ അർത്ഥം അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. وهو الذي الله وبنان يقبل التوبة عن عباده. അവരുടെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ്. വയഅഫു അനി സയ്യിആത്ത്, തെറ്റുകൾ മാപ്പാക്കുന്നവൻ അള്ളാഹുവാണ്. വയഅലമു മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ റഹീം എന്ന റബ്ബിൻ്റെ പേരിൻ്റെ കൂടെ 6 തവണ വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ 6 തവ്വാബ് റഹീം, തവ്വാബും റഹീമും ഈ 2 പേരുകളും ഒരുമിച്ച് വന്നത് നമുക്ക് കാണാം. ഈ തൗബക്ക് ഓരോ അവസരത്തിലും നമ്മൾ ആവശ്യക്കാരാണ്. തൗബ പുതുക്കിക്കൊണ്ടേയിരിക്കണം ഒരു മുഅ്മിൻ. അവൻ ഓരോ ദിവസവും എന്നേന് അവൻ്റെ തൗബ, അള്ളാഹുലേക്കുള്ള മടക്കം, അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബും അഫൂവും ഗഫൂറും ഗഫാറുമാണ്. അവൻ അവ്വലാണ്, അവൻ മുമ്പേ ഉള്ളവനാണ്. അവൻ ആദ്യമേ ഉള്ളവനാണ്, അവന് തുടക്കമില്ല. അവൻ മുമ്പേ പൊറുക്കുന്നവനാണ്, തൗബ ചെയ്യുന്നവനാണ്. അതിൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിൻ്റെ ആ സിഫത്തിൻ്റെ അടയാളങ്ങൾ അവൻ്റെ പടപ്പുകളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, അള്ളാഹുവിൻ്റെ തൗബയെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ അന്താളിപ്പിലായി പോകും. കാരണം അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അത്രയും വലുതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പാപമോചനവും അവൻ പുറത്തു തരുന്നതും. ഈ മഗ്ഫിറത്ത് മുടങ്ങിപ്പോകും. ഇതിനെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണെന്ത്? ശിർക്കിനെ കുറിച്ചുള്ള ഒരു മുഅ്മിനിൻ്റെ ഭയം അങ്ങേറ്റം വർദ്ധിക്കേണ്ടതുണ്ട്. ഈ അള്ളാഹുവിൻ്റെ പേരുകൾ പഠിച്ചാൽ ശിർക്കിനെ കുറിച്ചുള്ള ജാഗ്രത അവൻ അരക്കിട്ടുറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും വിശാലമായ മഗ്ഫിറത്താണ് തടയപ്പെടുക. എന്തുകൊണ്ട്? ശിർക്ക് കൊണ്ട്.
ഷിർക്ക് ചെയ്തോ, ഷിർക്കിലായി മരിച്ചോ, ഇതാ ഇത്രയും വിശാലമായ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അവന് തടയപ്പെടുകയാണ്. മുഅ്മിനുകളുടെ പാപമോചന പ്രാർത്ഥന അവന് തടയപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? അഫ്ളലുൽ ഖൽഖ്, പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആരുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു യാത്രക്കിടയിൽ അവിടുത്തെ ഉമ്മയുടെ ഖബറിന്റെ അരികിലെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. സഹാബികൾ അത് കണ്ടു കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഇസ്തഅ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅ്ദൻ ലി. ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു എൻ്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടാൻ. ഫലം യഅ്ദൻ ലി, അല്ലാഹു എനിക്ക് അനുവാദം നൽകിയില്ല. വസ്തഅ്ദൻതുഹു അൻ അസൂറ ഖബ്റഹാ ഫഅദിന ലി, അള്ളാഹുവിനോട് ഞാൻ അനുവാദം ചോദിച്ചു എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ. അള്ളാഹു എനിക്ക് അതിന് അനുവാദം നൽകി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ആരുടെ ഉമ്മയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാണ്. അള്ളാഹു പാപമോചനം തേടാൻ അനുവാദം കൊടുക്കുന്നില്ല. ശിർക്കിന്റെ അപകടം എത്രയാണ്, ഇതിന്റെ ഗൗരവം എത്രയാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ തെളിവുണ്ട്, ഈ ഹദീസിൽ തെളിവുണ്ട് മുശ്രിക്കുകളുടെ ഖബർ സന്ദർശിക്കുന്നതിൽ തെറ്റില്ല എന്നതിൽ. കാരണം അത് ഖബർ സന്ദർശിച്ചാലുള്ള പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലെയുള്ള കാര്യം അത് മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ഖബറിന്റെ അരികിൽ ഉണ്ടാകും. അതുപോലെ ജീവിതകാലത്ത് സന്ദർശിക്കുന്നതിൽ തെറ്റില്ല. മരണശേഷം അവിടെ പോകാമെങ്കിൽ. നോക്കൂ, ഷിർക്കിലായി മരിച്ചു എന്നതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടാൻ അള്ളാഹു അനുമതി കൊടുത്തില്ല എന്ന് ആര് പറയുകയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. എന്താണ് അപ്പോൾ ഷിർക്കിന്റെ ഗൗരവം? അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു വിലക്കുകയാണ്. എന്ത്? ഉപ്പയായ ആസറിന് വേണ്ടി പാപമോചനം തേടരുത്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സഹായിച്ച അബൂ താലിബ്, പിതൃ സഹോദരനാണ്, പാപമോചനം തേടുന്നത് അള്ളാഹു വിലക്കുകയാണ്. നോക്കൂ, ഷിർക്കിന്റെ അപകടം ഗൗരവം എത്രയാണ്. അള്ളാഹുവിന്റെ വിശാലമായ പാപമോചനം തടയപ്പെടുകയാണ്. റബ്ബിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടാൻ അനുവാദം കൊടുക്കുന്നില്ല. ഷിർക്കിന്റെ അപകടം എത്രയാണ്, എത്ര നാം അത് സൂക്ഷിക്കേണ്ടതുണ്ട്. തൗഹീദും ഷിർക്കും ആവർത്തിച്ചാവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക, അത് മക്കളെ പഠിപ്പിക്കുക, അത് കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഷിർക്കിനെ കുറിച്ചുള്ള ഗൗരവം എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കുക. ഇത് മുഅ്മിനുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ റബ്ബിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഈ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ വിശാലത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അടിമകളുടെ സ്ഥിതി എന്താണ്? അവരുടെ സ്ഥിതി, അവരുടെ തിന്മകൾ, അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പാക്കുന്ന തിന്മകൾ നിരന്തരം അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പെട്ടെന്ന് ശിക്ഷിക്കുന്നില്ല. അള്ളാഹു പറയുകയാണ്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു, അള്ളാഹു ജനങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവരെ പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, എല്ലാത്തിൻ്റെയും പേരിൽ അപ്പോൾ അള്ളാഹു ശിക്ഷാ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബ്ബ, ഭൂമി പുറത്ത് അള്ളാഹു ഒരൊറ്റ ജന്തുവിനെ ബാക്കി വെക്കില്ലായിരുന്നു. വലാകി യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, എന്നാൽ അള്ളാഹു അവർക്ക് നിശ്ചിത സമയം വരെ സമയം നീട്ടിക്കൊടുക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും, സമയം എത്തിയാൽ, അവരുടെ ആയുസ് എത്തിയാൽ, അവധി എത്തിയാൽ, ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, അള്ളാഹു അവന്റെ അടിമകളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ആ സമയം എത്തിയാൽ അള്ളാഹു അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അഹദുൻ അസ്ബറ അലാ അദൻ സമിഅഹു മിൻ അല്ലാഹ്, അല്ലാഹുവിനെ പോലെ ഒരു ഇദാഇന്റെ അഥവാ അലോസരപ്പെടുത്തുന്ന മോശമായ ഉപദ്രവിക്കുന്ന വാക്ക്, അള്ളാഹുവിനാകട്ടെ പടപ്പുകൾക്കാർക്കും അവരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മോശമായ വാക്ക് കേൾക്കുകയും എന്നിട്ട് ക്ഷമിക്കുകയും ചെയ്യുന്ന ആരും തന്നെ ഇല്ല അള്ളാഹുവിനെ പോലെ.
വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്യം നമുക്ക് കേൾക്കുക, എന്നിട്ട് നമ്മൾ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കുന്ന അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. ഇന്നഹും ലയദ്ദഊന ലഹു വലദ, അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുകയോ? അള്ളാഹുവിന് ഇത്ര വെറുപ്പുള്ള വാക്കാണത്. ആകാശഭൂമികൾ പൊട്ടിപ്പിളരുമാറാകുന്നു, ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിണ്ടുകയറുമാറാകുന്നു, പർവ്വതങ്ങൾ തകർന്നു പൊടിഞ്ഞു പോകുമാറാകുന്നു. അൻ ദഅൂ ലിർറഹ്മാനി വലദ, റഹ്മാനായ റബ്ബിനൊരു സന്താനമുണ്ടെന്ന് അവർ പറഞ്ഞത് കാരണത്താൽ അവരുടെ കാര്യത്തിൽ അവരിത് ഇഷ്ടപ്പെടുമോ? ഇല്ല. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ നസ്രാനികളായ ചില ആളുകൾ അദ്ദേഹവുമായി മുനാദറക്ക് ഒരു സംവാദത്തിന് ചെന്ന സന്ദർഭത്തിൽ രാജാവുണ്ട് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ഈ പാതിരിയോട് ചോദിച്ചു, കൈഫൽ അഹ്ലു വൽ വലദ്, എങ്ങനെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോ ഭരണാധികാരി പറഞ്ഞത്ര, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അപ്പൊ ഈ പാതിരിമാർ വിവാഹം കഴിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെന്താണ് ഈ ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തനിക്ക് ഭാര്യയും മക്കളും ഉണ്ടാവുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇയാൾക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഈ ആരോപണം പറയാൻ എനിക്ക് യാതൊരു മടിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവന് സന്താനമുണ്ടെന്ന്, അന്ന യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ, അല്ലാഹു പറഞ്ഞില്ല അവനൊരു സന്താനമില്ല. എങ്ങനെ അവന് സന്താനമുണ്ടാകാനാണ്? വലം തകുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി ഉണ്ടായിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ച് മോശമായത് ഈ ആളുകൾ പറയുന്നു. വഇന്നഹു ലയുആഫിഹിം വയർസുഖുഹും, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, റിസ്ഖ് കൊടുക്കുന്നു. റബ്ബ് കൊടുത്ത നാവ് കൊണ്ടാണ് അവൻ ഇത് പറയുന്നത്. അല്ലാഹു ആരോഗ്യം നൽകിയിട്ടില്ലെങ്കിൽ അത് പറയാൻ അവന്റെ നാവ് പൊങ്ങില്ലായിരുന്നു. അല്ലാഹു കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് അവൻ ഈ നടക്കുന്നത്. എന്നിട്ട് റബ്ബിനെ കുറിച്ച് ഈ മോശമായ വാക്ക് പറയുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൈസ അഹദുൻ അസ്ബറ അലാ അദൻ സമിഅഹു മിനല്ലാഹ്. ഇങ്ങനെയുള്ള മോശമായ വാക്ക് കേട്ടിട്ട് ക്ഷമിക്കുന്ന റബ്ബിനെ പോലെ മറ്റാരുമില്ല. ഇതെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അഫുവാണ്. അള്ളാഹുവിന്റെ അഫു, അള്ളാഹുവിന്റെ മാപ്പ് എന്ന് പറയുന്നത്, അവൻ വിട്ടുകൊടുക്കുക എന്നത് രണ്ട് ഇനമുണ്ട്. ഒന്ന് അൽ അഫുൽ ആം, എല്ലാവർക്കും കിട്ടുന്ന ഒരു അഫു ഉണ്ട്. അതിൽ മുസ്ലിമും കാഫിറും ഒക്കെ ഉണ്ട്. അതേതാണ് ആ അഫു? അത് ഈ പറഞ്ഞതാണ്. അതായത് ദുനിയാവിൽ അള്ളാഹു ശിക്ഷ ഉറപ്പായിരിക്കുന്നു, ശിക്ഷ ഉറപ്പിക്കുന്ന പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശിക്ഷ നടപ്പിലാക്കുന്നില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കുന്നു. അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ദുനിയാവ് നൽകുന്നു. അവരാകട്ടെ തിന്മയിലാണ്. രണ്ടാമത്തെ അഫു എന്ന് പറയുന്നത് അത് ഖാസ്സായ അള്ളാഹുവിന്റെ പാപമോചനമാണ്, അവന്റെ മഗ്ഫിറത്താണത്. അവനിലേക്ക് തൗബ ചെയ്യുന്ന, പാപമോചനം തേടുന്ന, അവനോട് ദുആ ചെയ്യുന്ന, അവനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അത് അള്ളാഹുലേക്ക് ഒരുവൻ തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാഹു പൊറുക്കും. ഒരു തെറ്റും അള്ളാഹു പൊറുക്കാതെയില്ല തൗബ ചെയ്താൽ. ശരിക്കും മനസ്സിലാക്കണം, ശിർക്കടക്കം കുഫറടക്കം അള്ളാഹു പൊറുക്കാത്ത ഒരു തിന്മയുമില്ല, ശിർക്കും കുഫറും അടക്കം. പക്ഷെ എന്ത് ചെയ്താൽ? ഖേദിച്ചു മടങ്ങിയാൽ, ആ തിന്മ അവസാനിപ്പിക്കുകയും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ. അതാണ് സൂറത്ത് സുമറിലെ ആയത്തിന്റെ അർത്ഥം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. പറയുക എൻ്റെ അടിമകളോട്, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ അടിമകളോട് പറയുക, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. അതിൽ ഒരു പാപവും ഒഴിവായിട്ടില്ല. പക്ഷെ അതാർക്കാൻ? തൗബ ചെയ്തവർക്ക്. അതാണ് സൂറത്തു സുമറിലെ ആയത്ത്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറുർ റഹീമുമാണ്. എന്നാൽ സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിടത്തു പറഞ്ഞ ഭാഗം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അതല്ലാത്തത്,
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അത് തൗബ ഇല്ലാത്ത തിന്മകളെ കുറിച്ചാണ്. തൗബ ചെയ്തിട്ടില്ല, തിന്മയിലായിട്ടാണ് മരിച്ചത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, എല്ലാവർക്കുമല്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നേരെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷേ ശിർക്ക് ചെയ്യുന്നവർക്ക് അവന്റെ പാപമോചനമില്ല. ശിർക്ക് ചെയ്തു മരിച്ചവർക്ക് നരകം അവരെ ശുദ്ധീകരിക്കൽ. ഒരു അടിമക്ക് പാപങ്ങളിൽ നിന്ന് അള്ളാഹു ശുദ്ധീകരിക്കാൻ പല വഴികളുണ്ട്. ഒന്ന് ദുനിയാവിലെ അവന്റെ പാപമോചന തേട്ടം, അതുപോലെ അവനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അത് പാപമോചനത്തിന് കാരണമാകും. ഇതുകൊണ്ട് അള്ളാഹു ശുദ്ധീകരിക്കും. ഇനി പരലോകത്തെത്തിയാൽ ഒരു ശുദ്ധീകരണമുണ്ട്, നരകം കൊണ്ടുള്ള ശുദ്ധീകരണം. പാപങ്ങൾ നരകം കൊണ്ട് അള്ളാഹു ശുദ്ധീകരിച്ച് അവന് സ്വർഗത്തിലാക്കും. എന്നാൽ മുശ്രിക്കിന്റെ, കാഫിറിന്റെ തിന്മ, ആ തിന്മയുടെ കറുപ്പ് നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയില്ല. അവർ നരകത്തിൽ ശാശ്വതരാണ്. ആ തിന്മ നരകം ശുദ്ധീകരിക്കുകയില്ല. സ്വർഗം ഒരു ഹുബ്സ് കൊണ്ട്, ഒരു വൃത്തികേട് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല, അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടല്ലാതെ. സ്വർഗം തയ്യിബുകളുടെ ദാറാണ്. സ്വർഗവാസികളോട് പറയുന്നത് എന്താണ്? സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ അലൈക്കും തിബ്തും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. തിബ്തും, നിങ്ങൾ ഏറ്റവും വിശിഷ്ടരായിരിക്കുന്നു. കേടും അതുപോലെ വൃത്തികേടുകളും പാപത്തിന്റെ കറയുമായി ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല, അള്ളാഹു അത് ശുദ്ധീകരിച്ചിട്ടല്ല. അള്ളാഹു നമ്മെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തയ്യിബുകളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ പാപമോചനം അതെത്ര വിശാലമാണ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നോക്കൂ നിങ്ങൾ, അതാ ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഓ ആദമിന്റെ സന്താനമേ, മനുഷ്യപുത്ര, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക മാ കാന മിൻക വലാ ഉബാലി. നീ എന്നോട് ദുആ ചെയ്യുന്നേന, നീ എന്നിലേക്ക് പ്രതീക്ഷ വെച്ചു വരുന്നേന ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. മാ കാന മിൻക, നിന്നിൽ നിന്ന് ഉണ്ടായതെല്ലാം, വലാ ഉബാലി, ഞാൻ പ്രശ്നമാക്കുകയില്ല, ഒന്നും തന്നെ കാര്യമാക്കുകയില്ല. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടിയിട്ടുണ്ട് എങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആകാശം മുട്ട എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. തുമ്മ ഇസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപമോചനം തേടിയാൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാൻ പുറത്തു തരുന്നതാണ്, ഞാൻ കാര്യമാക്കുകയില്ല. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ ഭൂമിയോളം തിന്മകളുമായി, തെറ്റുകളുമായി എന്നിലേക്ക് വന്നു. സുമ്മ ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വലിപ്പം ഇതാണ്. അള്ളാഹുവിന്റെ അഫ്വിന്റെ, അവന്റെ മാപ്പിന്റെ, അവൻ വിട്ടുതരുന്നതിന്റെ ഭാഗമാണ് ഹസനാത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ നന്മകൾ ചെയ്യുക, തിന്മയെ അത് മായ്ച്ചു കളയും. പൊതുവെ നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടുക ചെറിയ പാപങ്ങൾ മാത്രമാണ്. നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടുക ചെറിയ പാപങ്ങൾ മാത്രമാണ്. എന്നാൽ ചില നന്മകൾ അതിൻ്റെ ഇഖ്ലാസിന്റെ വലിപ്പം കൊണ്ട്, ആ നന്മ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായ നീയത്തിന്റെ വലിപ്പം കൊണ്ട് ചിലപ്പോൾ വലിയ പാപങ്ങൾ വരെ പൊറുക്കപ്പെട്ടേക്കും. ചില നന്മകൾ അങ്ങനെയാണ്. അതാണ് നമ്മൾ ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീ, ചില റിവായത്തുകൾ ഒരു പുരുഷനെന്നും വന്നിട്ടുണ്ട്. രണ്ട് സംഭവങ്ങളാകാം. അവർ മോശക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു, വ്യഭിചാരിണിയായ സ്ത്രീയായിരുന്നു. അവർ കാണുകയാണ് ഒരു നായ, അത് ദാഹിച്ചു അലഞ്ഞ് അതിൻ്റെ നാവ് കൊണ്ട് നനഞ്ഞ മണ്ണിങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവർ നേരത്തെ ദാഹിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇതാ ഞാൻ നേരത്തെ എത്തിയ അവസ്ഥയിലാണ് ഈ മൃഗമുള്ളത്. അവർ കിണറ്റിലേക്ക് ഇറങ്ങി, എന്നിട്ട് തൻ്റെ ചെരുപ്പിൽ അല്ലെങ്കിൽ കാലിൽ ധരിച്ച പാദരക്ഷയിൽ വെള്ളം നിറച്ച് അതിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ചില നന്മകൾ അത് ചെയ്യുമ്പോൾ ഉണ്ടായ വലിയ നീയത്തിന്റെ പേരിൽ അള്ളാഹു വലിയ പാപങ്ങൾ തന്നെ പുറത്തു കൊടുത്തേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ വഴിയിൽ മുള്ളു നിറഞ്ഞ ഒരു മരം കിടക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങൾ നടക്കുന്ന ഈ വഴിയിലെ ഈ തടസ്സം ഞാൻ നീക്കുക തന്നെ ചെയ്യും. അത് എടുത്തു നീക്കി. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ അയാൾ ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ അയാൾ കച്ചവടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് കടം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളുടെ സ്വഭാവമായിരുന്നു അയാൾ പണക്കാർക്ക് തന്നെ ഇളവ് കൊടുക്കും, പാവങ്ങൾക്കാകട്ടെ അയാൾ വിട്ടുകൊടുക്കും, പൂർണ്ണമായി വിട്ടുകൊടുക്കും. അള്ളാഹുവിങ്കിൽ എത്തിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ടവൻ വിട്ടുകൊടുക്കാൻ. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ഇങ്ങനെ ചില നന്മകൾ അത് അതിൻ്റെ നീയത്തിന്റെ വലിപ്പം കൊണ്ട് ചിലപ്പോൾ വലിയ പാപങ്ങളെ വരെ തകർത്ത് കളഞ്ഞേക്കും. നന്മകൾ ചെയ്യുന്ന അതിൻ്റെ നീയത്തിന്റെ വലിപ്പം പോലിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റുബ്ബ അമലിൻ സഗീർ തുഅദ്ദിമുഹു നിയ്യ വറുബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ. എത്ര ചെറിയ അമലുകളാണുള്ളത്, നീയത്ത് അതിനെ വളരെ വലുതാക്കി കളയും. എത്രയോ വലിയ അമലുകളുണ്ട്, പക്ഷെ നീയത്ത് അതിനെ ചെറുതാക്കി കളയും ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം. ഒരു സാധു അയാളുടെ കയ്യിലുള്ള ഒരു 10 രൂപയാണ് ദാനം കൊടുക്കുന്നത്, പക്ഷെ അയാൾ വലിയ നീയത്തിലാണ് അത് കൊടുത്തത്. ചിലപ്പോൾ കോടികൾ കൊടുത്ത ഒരാളെക്കാൾ പ്രതിഫലം അയാൾക്ക് അള്ളാഹു അതുകൊണ്ട് നൽകിയേക്കും. അയാളുടെ നീയത്ത് കൊണ്ട് അത് കൊടുക്കുമ്പോഴുള്ള അയാളുടെ മനസ്സിലെ ഉദ്ദേശം കൊണ്ട്. അതുകൊണ്ട് നന്മയിൽ ഒന്നിനെ പോലും നിസാരമായി കാണാതിരിക്കുക. നീയത്ത് എപ്പോഴും വലുതാക്കി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ. അവിടെ ഒരൊറ്റ അമലിൽ നിനക്ക് ഒരുപാട് നീയത്ത് മനസ്സിൽ കാണാൻ സാധിക്കുമോ എങ്കിൽ അതൊക്കെ മനസ്സിൽ കരുതുക, അള്ളാഹു എല്ലാം നൽകും. ഉദാഹരണത്തിന്, ഒരാൾ ഇതുപോലുള്ള മസ്ജിദിൽ ദീൻ പഠിക്കാനിരിക്കുകയാണ്, ഒരുപാട് നീയത്തുകൾ ഒരുമിച്ച് കരുതുക. അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന നീയത്ത്, ദീൻ പഠിക്കാനുള്ള നീയത്ത്, മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ കൂടെ ഇരിക്കുന്ന നീയത്ത്, ഇങ്ങനെ ധാരാളം നീയത്തുകൾ ഒരാൾ മനസ്സിൽ കരുതി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് നീയത്ത് നിനക്ക് ഒരുമിച്ച് കരുതാൻ സാധിക്കുമോ, അതിനു പറ്റിയ അമലാണോ എങ്കിൽ ധാരാളം നന്മകൾ മനസ്സിൽ കരുതുക. അതുപോലെ യാതൊരു സംശയമില്ല, ഒരാൾ മസ്ജിദിൽ ഇരിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് അയാൾക്ക് യാതൊരു തിന്മയും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ സലാമത്ത് ഉറപ്പാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും തടയുമെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ തടയുമെന്ന തോത് പല രൂപത്തിലാണ്. അതിൻ്റെ ഒരാളുടെ ഇഖ്ലാസും ഖുശൂഉം ഒക്കെ അനുസരിച്ച് ആ 5 നേരത്തെ നിസ്കാരം കൊണ്ട് അയാൾ ബാക്കിയുള്ള അല്ലാത്ത സമയത്തും തിന്മകളിൽ നിന്ന് രക്ഷപ്പെടും. ചില ആളുകൾ എല്ലാ സമയത്തും രക്ഷപ്പെടുകയില്ല, ചിലപ്പോൾ കുറച്ചു സമയം രക്ഷപ്പെടും. ചില ആളുകൾ നിസ്കാരത്തിന് വരുന്ന വഴി നിസ്കരിക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ സമയത്ത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ നിസ്കാരത്തിലായിരിക്കെ അയാൾ തിന്മകൾ ചെയ്യില്ലല്ലോ, അതുറപ്പുള്ള തടയലാണ്. ആ തിന്മകളിൽ നിന്ന് ആ സമയത്ത് അള്ളാഹു തടയുന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ നിസ്കാരം തിന്മകളിൽ നിന്ന് തടയുമെന്നത് തീർച്ചയാണ്. എന്നതുപോലെ നീയത്ത് ധാരാളം കരുതുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നതാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ അഫുവിൻ്റെ, അവൻ വിട്ടുതരുന്നതിൻ്റെ, അവൻ്റെ മാപ്പിൻ്റെ ഭാഗമാണ് മുസീബത്തുകൾ കൊണ്ട് പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നത്. ഒരാൾക്ക് സ്വന്തം നഫ്സിൽ ബാധിക്കുന്ന മുസീബത്തുകൾ, സ്വന്തം ശരീരത്തിൽ ബാധിക്കുന്നത്, സന്താനങ്ങളിൽ, സമ്പത്തിൽ ഒക്കെയുള്ള അപകടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു നമുക്ക് അതിലെല്ലാം ആഫിയത്ത് നൽകുമാറാകട്ടെ. നോക്കൂ, അള്ളാഹുവിൻ്റെ അഫുവിൻ്റെ ഭാഗമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തിന്മയിലാണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനെ, വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വലിയ കുറ്റവാളിയാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ലുത്ഫ് കാണിക്കുകയാണ്. റബ്ബ് അവനെ ശിക്ഷിക്കുന്നില്ല, മറിച്ച് പിന്നീട് അള്ളാഹു അവൻ്റെ ഹൃദയം തൗബ ചെയ്യാൻ വിശാലത കൊടുക്കുന്നതാണ്.
ഹൃദയത്തിൽ അള്ളാഹു തൗബ ചെയ്യാനുള്ള വിശാലത നൽകുന്നു. എന്നിട്ട് അവന്റെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. ചിന്തിക്കുക, തൗബ ചെയ്യാൻ അവസരം നൽകുന്നത് അള്ളാഹുവാണ്, അതിലേക്ക് ക്ഷണിച്ചത് റബ്ബാണ്, എന്നിട്ട് സ്വീകരിക്കുന്നവൻ റബ്ബാണ്. മാത്രമോ സുബ്ഹാനല്ലാഹ്, അതിനുമപ്പുറത്ത് എന്തുണ്ട്? തൗബയിൽ അള്ളാഹു സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷിക്കും, അവന്റെ ഫറഹ്. അത് ഹദീസിൽ വന്നിട്ടുള്ള അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു, അള്ളാഹു സന്തോഷിക്കുമെന്ന്. അത് അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്, അവന് യോജിച്ച രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഇതാ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫർഹതൻ ബിതൗബതി അബ്ദിഹി, ഒരടിമയുടെ തൗബയിൽ അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നവനാണ്. ഹീന യതൂബു ഇലൈഹി, അവൻ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ. എന്താണ് ആ സന്തോഷത്തിന്റെ വലിപ്പം? ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും, അത് നിങ്ങളിൽ ഒരാളുടെ സന്തോഷത്തെക്കാൾ വലുതാണ്. നിങ്ങളിൽ ഒരാൾക്ക് എന്ത് സംഭവിച്ചാൽ, കാന അല റാഹിലതിഹി ബിഅർദി ഫലാത്തിൻ, അയാൾ തന്റെ വാഹനമൃഗത്തിന്റെ പുറത്ത് ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയെക്കുറിച്ച് അറിവുള്ളവർക്ക് പരിചിതമായ കാര്യമാണ്. മരുഭൂമി എന്നാൽ അവിടെ കര കാണാത്ത മരുഭൂമിയുണ്ട്. ഒരാൾ അവിടെ പെട്ടാൽ സമുദ്രത്തിൽ പെട്ടതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമാണ് അവിടെ പെട്ടുപോയാൽ. ഒരാൾ തൻ്റെ വാഹനമൃഗത്തിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഫംഫലതത് മിൻഹു, അങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭത്തിൽ അയാളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടു പോയി. വഅലൈഹാ തആമുഹു വശറാബുഹു, അയാളുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അതിൻ്റെ പുറത്താണ്. ഫഅയിസ മിൻഹാ, അയാൾക്ക് നിരാശ ബാധിച്ചു, അതിനെ കിട്ടുകയില്ല എന്ന അവസ്ഥയിൽ അയാളെത്തി. ചിന്തിച്ചു നോക്കുക അവസ്ഥ. ഒരാൾ പോവുകയാണ്, അയാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്, ഭക്ഷണവും വെള്ളവും വെച്ചു കെട്ടിയ വാഹനമൃഗം നഷ്ടപ്പെട്ടു പോയി, ഇനി മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഫഅതാ ശജറതൻ, ഒരു മരം അവിടെ ഉണ്ടായിരുന്നു. ഫദ്ദജഅ ഫി ളില്ലിഹാ, അതിന്റെ തണലിൽ അയാൾ വിശ്രമിച്ചു. മരണം കാത്ത് കണ്ണടച്ചു. ഖദ് ഐസ മിൻ റാഹിലതി, ഇനി അതിനെ കിട്ടുകയില്ല എന്ന രൂപത്തിൽ നിരാശനായിട്ടുണ്ട്. ഫബൈന ഹുവ കദാലിക, അങ്ങനെ ഇരിക്കെ ഇദ് ഹുവ ബിഹാ ഖായിമത്തുൻ ഇൻദഹു, അയാൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ വാഹനമത മുന്നിൽ വന്ന് നിൽക്കുന്നു. ഫഅഖദ ബിഖിതാമിഹാ, അയാൾ അതിൻ്റെ ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയറിനെ പിടിച്ചു. ثم قال من شدة الفرح, സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അയാളുടെ നാവിന് സബക്ക് സംഭവിച്ചു. കരുതിക്കൂട്ടി പറഞ്ഞതല്ല, കരുതിക്കൂട്ടി പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകും. സന്തോഷത്തിന്റെ ആധിക്യത്താൽ അയാൾ പറഞ്ഞു പോയി, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ അബ്ദും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന്. അല്ലാഹുമ്മ അൻത റബ്ബി വഅന അബ്ദുക് എന്ന് പറയേണ്ടത് സന്തോഷം ഏറി എന്ത് സംഭവിച്ചു? അയാളുടെ നാവ് തെറ്റിപ്പോയി, അയാളുടെ നാവിൽ അബദ്ധം സംഭവിച്ചു. അയാൾ പറഞ്ഞുപോയി, അല്ലാഹുവേ നീ എൻ്റെ അബ്ദും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന്. അത്ര സന്തോഷമുണ്ടായി അയാൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനേക്കാൾ റബ്ബ് സന്തോഷിക്കുമെന്ന് എപ്പോൾ ഒരു പാപി അത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്, തൗബ ചെയ്യുകയാണ്, അള്ളാഹു സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മദാരിജുസ് സാലിക്കീൻ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇതിനെ വിശദീകരിച്ച വാക്കുകൾ, അത് സഹോദരങ്ങളെ നമ്മുടെ ഭാഷയിൽ പറയുക ബുദ്ധിമുട്ടാണ്. അത്രയും മനോഹരമായ വിശദീകരണമാണത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയാണ്. ആ അടിമ യഥാർത്ഥത്തിൽ അവനോട് ഏറ്റവും റഹ്മത്തുള്ള അവൻ്റെ യഥാർത്ഥ സയ്യിദായ യജമാനനായ റബ്ബിനെ വിട്ട് അവൻ ആരുടെ അരികിലേക്ക് പോവുകയാണ്? അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ശത്രുവായ പിശാചിൻ്റെ കൂട്ടത്തിലേക്ക്, അവൻ്റെ സൈന്യത്തിൽ ഒരുവനായി ഈ അള്ളാഹുവിൻ്റെ അടിമ പോവുകയാണ്. യഥാർത്ഥത്തിൽ ആ പിശാച് അവൻ്റെ ശത്രുവാണ്, അവൻ്റെ റബ്ബിൻ്റെയും ശത്രുവാണ്. എന്നു മാത്രമല്ല, റബ്ബിന് ആ പിശാചിനോടുള്ള ശത്രുതയുടെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ല, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദു ബിഅസ ലിദ്ദാലിമീന ബദല. നിങ്ങൾ അവനെയും അവൻ്റെ മക്കളെയും എനിക്ക് പുറമെ മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ? അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശക്കാരെയാണ്. നോക്കൂ നിങ്ങൾ, ആ ആയത്തിൽ ഒരു സൂചന ഉണ്ടെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ ഇബ്ലീസിന് അള്ളാഹുവുമായി ഉണ്ടായ
അവന്റെ ധിക്കാരത്തിന്റെ കാരണം ആരുടെ കാര്യത്തിലാണ്? ആദമിന്റെ കാര്യത്തിലാണ്. ഈ മനുഷ്യരുടെ പിതാവായ ആദമിന്റെ കാര്യത്തിലാണ്. ആദമിനോട് അസൂയ വെച്ചു, അള്ളാഹുവിന് ആ വിഷയത്തിൽ അനുസരിച്ചില്ല എന്നതാണ് റബ്ബും ഇബ്ലീസും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം. യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയത്തിലാണത്. എന്നിട്ട് നമ്മൾ ആ റബ്ബിനെ വിട്ട് പിശാചിനെ വലിയായി സ്വീകരിക്കുകയാണോ? അള്ളാഹു ചോദിക്കുകയാണ്, അഫതത്തഖിദൂന വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു ബിഅ്സൽ ളാലിമീന ബദല. ആ ശത്രുവിന്റെ കെണിയിൽ നിന്ന് ഈ അടിമ തന്റെ യഥാർത്ഥ റബ്ബായ, യഥാർത്ഥ സയ്യിദായ, യഥാർത്ഥ യജമാനനായ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു സന്തോഷിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല സന്തോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഉമ്മക്ക് തന്റെ കുഞ്ഞിനോടുള്ള റഹ്മത്തിനേക്കാൾ അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവന്റെ അടിമകളോട് റഹ്മത്തുണ്ട്. അപ്പോൾ നോക്കൂ, ഈ പേരുകൾ ഒരടിമ പഠിക്കുക എന്നത്, നമ്മൾ പഠിക്കുക എന്നത് ഉന്നതമായ പദവികളാണ്. ഇത് പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മെ കാത്തിരിക്കുന്നത്. പക്ഷെ അതിനെന്ത് വേണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനോട് അഫ്വ്, അവന്റെ മാപ്പ് തേടണം, നിരന്തരം തൗബ ചെയ്യണം, അവന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കണം. എങ്കിൽ എന്താണ് സംഭവിക്കുക? നോക്കൂ നിങ്ങൾ, അത്ഭുതകരമായ മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അഥവാ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് റബ്ബ് പറഞ്ഞത്? അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ, അള്ളാഹുവിന്റെ ഒരടിമ ഒരു തെറ്റ് ചെയ്തു. ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർ ലി ദംബി, അള്ളാഹുവേ നീ എൻ്റെ പാപം പുറത്തു തരണമേ. ഫഖാല തബാറക വതആല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഅലിമ, അവനറിയാം, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ്, അവന് പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. വയഖുദു ബിദ്ദംബ്, ശിക്ഷിക്കുന്ന, തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, പൊറുക്കലിനെ തേടുക എന്നത് അവന് റബ്ബിലുള്ള വിശ്വാസത്തിന്റെ അടയാളമാണ്. റബ്ബിലുള്ള വിശ്വാസത്തിന്റെ അടയാളം, ഈമാനിന്റെ അടയാളമാണ്. അതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ജുദആനെ കുറിച്ച് പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായിരുന്ന, പണ്ട് ജാഹിലിയത്തിൽ മരിച്ചു പോയിരുന്ന ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ജുദആൻ. മുശ്രിക്കായി മരിച്ച ആളാണ്. ആള് തൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തിരുന്നു. സാധുക്കളെ സഹായിക്കുക, പാവങ്ങളുടെ കണ്ണീരൊപ്പുക പോലെ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, അയാൾക്കതൊക്കെ ഉപകാരപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇല്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, അയാൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, റബ്ബേ യൗമുദ്ദീനിൽ, അന്ത്യനാളിൽ നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല, അന്ത്യദിനത്തിൽ അവന് വിശ്വാസമില്ല. അത് രണ്ടും ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമാണെന്ത്? പാപമോചനം തേടുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. മുശ്രിക്കിനും കാഫിറിനും അവന്റെ ഒരു നന്മയും നാളെ പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല. മറിച്ച് അവനുള്ളത് അള്ളാഹു ഈ ലോകത്ത് നൽകും. ഷിർക്കും കുഫറുമാകുന്ന തിന്മ എല്ലാ നന്മകളെയും തകർത്ത് കളയും. നോക്ക്, ഈ ഹദീസിൽ പറയുകയാണ്, അടിമ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത്? എൻ്റെ അടിമ തെറ്റ് ചെയ്തു, അവനറിയാം പൊറുക്കുന്ന, തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്ന്. സുമ്മ ആദ ഫഅദ്നബ്, അവൻ ഇങ്ങനെ പാപമോചനം തേടി വീണ്ടും അവൻ തെറ്റ് ചെയ്തു. മനുഷ്യരുടെ സ്ഥിതിയാണത്. കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യർ അവർ ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, എന്നാൽ തിന്മ ചെയ്യുന്നവരിൽ, ധാരാളം തിന്മ ചെയ്യുന്നവരാണ് മനുഷ്യൻ. തിന്മ ചെയ്യുന്നവരിൽ ഉത്തമനാരാണ്? തൗബ ചെയ്യുന്നവരാണ്. അവൻ വീണ്ടും തെറ്റ് ചെയ്തു. ഫഖാൽ, എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഐ റബ്ബി, ഓ എൻ്റെ റബ്ബേ, ഇഗ്ഫിർ ലി ദംബി, നീ എനിക്ക് എൻ്റെ തെറ്റ് പുറത്തു തരണമേ. ഫഖാല തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അബ്ദി അദ്നബ ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദ്ദംബ്, അവനറിയാം അവന് ഒരു റബ്ബുണ്ട്, പാപങ്ങൾ പൊറുക്കുന്ന, പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബ്. സുമ്മ ആദ ഫഅദ്നബ്, മൂന്നാമതും അവൻ വീണ്ടും തെറ്റ് ചെയ്തു. ഫഖാൽ, അതേ വാക്ക് പറയണ, റബ്ബി ഇഗ്ഫിർ ലി ദംബി, അല്ലാഹു എൻ്റെ തെറ്റ് നീ എനിക്ക് പുറത്തു തരണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞു, റബ്ബിൻ്റെ അടിമ മൂന്നാമതും
അവൻ തെറ്റ് ചെയ്തു, എന്നിട്ട് റബ്ബിനോട് പാപമോചനം തേടുകയാണ്. അള്ളാഹു പറയുന്നു, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തിന്മ ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖൂദു ബിദ്ദംബ്, അവനറിയാം അവന് പാപം പൊറുക്കുന്ന, പാപത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇഅ്മൽ മാ ശിഅ്ത ഫഖദ് ഗഫർതു ലക്, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അഥവാ ഈ അടിമയുടെ സ്വഭാവം ഇതാണ്, അവൻ സംഭവിച്ചു പോകുന്നു, അവൻ അബദ്ധം, പക്ഷെ അവൻ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവനാണ് എങ്കിൽ അള്ളാഹു അവനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തൗബയെക്കുറിച്ച് ഒരിക്കലും നിരാശ പാടില്ല. മറിച്ച് എത്ര തവണ തിന്മ സംഭവിച്ചാലും തൗബ ചെയ്യുക. സലഫുകളിൽ ചിലർ വന്ന് ചോദിച്ചു, നമ്മുടെ മുൻഗാമികൾ ചിലരോട്, ഞാൻ തിന്മ ചെയ്തു പോകുന്നു, തൗബ ചെയ്യുന്നു, വീണ്ടും തിന്മയിൽ വീണു പോകുന്നു, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, തൗബ ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, വീണ്ടും തൗബ ചെയ്യുക. ഇലമറ്റ, ഏതുവരെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പിശാചിനെ നിരാശനാക്കുവോളം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുക, തൗബ അവസാനിപ്പിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗബയുടെ ആധിക്യത്താൽ, നീ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയത് കാരണത്താൽ നിനക്ക് അസ്ദിഖ് റബ്ബിനോടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയേക്കും. തൗബ ചെയ്യുന്നവനായി മരിക്കാൻ നിനക്ക് സാധിച്ചേക്കും. നിങ്ങൾ കേട്ടിട്ടില്ല ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നബിയുടെ കൂടെ അറാബിയായിരുന്ന ഒരാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. അയാൾക്ക് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഓഹരി കൊടുത്തു. അദ്ദേഹം അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല നിങ്ങളുടെ കൂടെ വന്നത്, മറിച്ച് ഞാൻ വന്നത് ഇതാ എൻ്റെ ഈ ഭാഗത്തുകൂടെ ഒരു അമ്പ് തറച്ച് ഈ ഭാഗത്തുകൂടെ പുറത്ത് കിടക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇതിനു വേണ്ടിയിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം നീ അള്ളാഹുവിനോട് സിദ്ഖ് പാലിച്ചിട്ടുണ്ടെങ്കിൽ, സത്യസന്ധതയാണ് നീ പാലിച്ചിട്ടുള്ളതെങ്കിൽ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു നിന്നെ സത്യപ്പെടുത്തുന്നതാണ്. പിന്നീട് അദ്ദേഹത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി സഹാബത്ത് കണ്ടു. നോക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഭാഗത്തുകൂടെ അമ്പ് കയറി ചൂണ്ടിക്കാട്ടിയ ഭാഗത്തുകൂടെ തന്നെ പുറത്തു പോയിരിക്കുന്നു. അള്ളാഹുവിനോട് സിദ്ഖ് പുലർത്തിയത് കാരണത്താൽ. എന്നതുപോലെ നിന്റെ ഉള്ളിലുള്ളത് നല്ല ഉദ്ദേശമാണ്, തൗബ ചെയ്യണം, തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിന് തൗഫീഖ് ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവൻ ഇന്നവർക്ക് പുറത്തു കൊടുക്കും, തൗബ ചെയ്യുന്നവർക്ക്, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക്, സന്മാർഗത്തിലായവർക്ക്. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവർക്ക് അവൻ തൗബ വാഗ്ദാനം ചെയ്തതാണ്, അത് ഉറപ്പാണ്, പുറത്തു കൊടുക്കുമെന്ന്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് തൗബയില്ലാതെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അവന് അതിനു പിന്നിൽ കാരണങ്ങളുണ്ടാകും, അവൻ്റെ മഹത്തരമായ ലക്ഷ്യങ്ങളുണ്ടാകും. എന്നാൽ തൗബ ചെയ്തവനോ അവൻ്റെ സ്ഥിതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹ്, തൗബ ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. അവന് മഗ്ഫിറത്ത് എന്നത് ഉറപ്പാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ അത് അള്ളാഹുവിനെ പടപ്പുകൾ ആരും നിർബന്ധിച്ച് ഏൽപ്പിച്ചതല്ല, മറിച്ച് അവൻ വാഗ്ദാനം നൽകിയതാണ്. അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. എന്നാൽ നമ്മൾ തൗബ ചെയ്താൽ നമ്മൾ എന്തുറപ്പിക്കരുത്? അത് എനിക്ക് ലഭിച്ചു എന്ന കാര്യം ഉറപ്പിക്കരുത്. മറിച്ച് ഭയപ്പെടേണ്ടതുണ്ട്, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള വല്ല തിന്മകൾ കാരണത്താൽ തൗബയുടെ നിബന്ധനകൾ നാം പാലിക്കാതെ പോയിട്ടുണ്ടോ എന്ന് നാം ഭയപ്പെടുകയാണ് വേണ്ടത്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമല്ല. റബ്ബ് അവൻ്റെ വാഗ്ദാനം പാലിക്കുന്നവനാണ്, പക്ഷെ പാളിച്ച വരാൻ സാധ്യതയുള്ളത് നമ്മിലാണ്. അക്കാര്യം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൗബ എന്നത്, അള്ളാഹു പുറത്തു തരിക എന്നത്, അതാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അതാണ്. എത്ര നീ നന്മ ചെയ്താലും, നീ എത്ര ഖൈറിന്റെ ആളായാലും, നീ അള്ളാഹു പുറത്തു തരാൻ ആവശ്യക്കാരനാണ്. അള്ളാഹുവിന്റെ തൗബക്ക് ആവശ്യക്കാരനാണ്. നോക്കൂ, നിങ്ങൾ അതിനുള്ള വലിയ തെളിവാണ് സൂറത്തു തൗബയിലെ ആയത്തുകൾ. സൂറത്തു തൗബയുടെ പ്രത്യേകത, അത് ഇസ്ലാമിൻ്റെ അവസാന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറത്തുകളിൽ ഒന്നാണ്. അതിൽ ഒരുപാട് ആയത്തുകൾ തബൂക്ക് യുദ്ധത്തെക്കുറിച്ചാണ്. എന്താണ് തബൂക്കിന്റെ പ്രത്യേകത? മക്ക ഫത്ഹിന് ശേഷം, ഹിജറ 8-ാം വർഷത്തെ മക്ക ഫത്ഹിന് ശേഷമാണത് തബൂക്ക് യുദ്ധം നടക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ധാരാളം ആയത്തുകൾ ആ സൂറത്തിൽ കാണാം. ആ സൂറത്തിലാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരിന വൽ അൻസാർ. അള്ളാഹു മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അഥവാ സഹാബിമാർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അവർക്ക് തൗബക്ക് അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും അൻസാറുകളും ആ ജീവിതം അവരുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. സകല പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എല്ലാം റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവാക്കി. എന്നിട്ട് അവർക്ക് അവസാനം കിട്ടിയത് എന്താണ്? ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരിന വൽ അൻസാർ. അള്ളാഹു നബിക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും പുറത്തു കൊടുത്തിരിക്കും. സഹോദരങ്ങളെ, എത്ര നമ്മുടെ നന്മ എവിടെ എത്തിയാലും യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാവശ്യക്കാരാണ്? അള്ളാഹു പുറത്തു തരാനാണ് ആവശ്യക്കാർ. കാരണം നീ ലോകം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് പോലെ സുജൂദിൽ കിടന്നാലും അള്ളാഹുവിനോടുള്ള ബാധ്യത നിന്റേത് തീരുകയില്ല. സ്വർഗത്തിലെ ഒരു കാറ്റിന് പോലും അത് പകരമാവുകയില്ല. അത്രയും വിശാലമാണ് നമ്മുടെ കർമ്മങ്ങൾ. അള്ളാഹു അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ റഹ്മത്ത് കൊണ്ട് വലിയ പ്രതിഫലം നൽകുന്നു. അവൻ ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകുന്നവനാണ് എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാളെയും തൻ്റെ അമൽ രക്ഷപ്പെടുത്തുകയില്ല. എന്നെ പോലും അള്ളാഹു എനിക്ക് അവൻ്റെ ഔദാര്യവും റഹ്മത്തും കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് തൗബയാണ് അന്തിമ ലക്ഷ്യം. അള്ളാഹു പുറത്തു തരിക എന്നതാണ് നമ്മുടെ വലിയ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നസൂഹായ തൗബ ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. ഇതാണ് ആയത്തിന്റെ പ്രത്യേകത. നിങ്ങൾ മുസ്ഹഫ് എടുത്തു നോക്കിയാൽ, നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് എടുത്തു നോക്കിയാൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആനിൽ പലയിടത്തുണ്ട്. മുസ്ഹഫിൽ അവസാനത്തെ യാ അയ്യുഹല്ലദീന ആമനു ഈ ആയത്തിലാണ്. സൂറത്തു തഹരീമിലെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ. റബ്ബിന്റെ ആ വിളി അതൊരു മുഅ്മിൻ കേട്ടാൽ അവൻ കാതുകൊടുത്ത് കേൾക്കണമെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അള്ളാഹു ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു തിന്മ വിലക്കുകയായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. തൗബതൻ നസൂഹ, നസൂഹായ തൗബ, കളങ്കമറ്റ തൗബ, കളങ്കമില്ലാത്ത തൗബ. നസൂഹായ തൗബക്ക് 2 കാര്യങ്ങളുണ്ടെങ്കിലാണ് തൗബ നസൂഹാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇഖ്ലാസ്, ഖലാസോടെ ആത്മാർത്ഥമായി ആയിരിക്കണം ചെയ്യേണ്ടത്. 2 മുഴുവൻ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഉണ്ടായാലാണ് തൗബ എന്താവുക? നസൂഹാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇനി സഹോദരങ്ങളെ, അവസാനമായി തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് ചില നിബന്ധനകൾ അവൻ്റെ കിതാബിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ നിബന്ധന അത് ഇഖ്ലാസാണ്. ഏത് അമലിൻ്റെതും പോലെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നീ തൗബ ചെയ്യുന്നത്. ആളുകൾക്ക് വേണ്ടിയല്ല, ആളുകളെ പേടിച്ചിട്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ആകരുത്. രണ്ടാമത്തെ നിബന്ധന, ആ തിന്മ അവസാനിപ്പിച്ചിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത്. തിന്മ ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾക്ക് അതിൽ തൗബ ചെയ്യാൻ സാധ്യമല്ല. മൂന്നാമത്തത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, തൗബയുടെ റുക്നാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ചെയ്ത തെറ്റിൽ ഖേദം വേണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നദമു തൗബ, ഖേദം തന്നെ തൗബയാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അത്രയും പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ തിന്മകളെ മനസ്സിൽ താലോലിക്കുന്ന ആ ജാഹിലിയത്തിനെ കുറിച്ച് അത് വളരെ സുന്ദരമായ ദിനങ്ങളായിരുന്നു, ഒരു കാലമായിരുന്നു അതൊക്കെ എന്നൊരുത്തൻ ആസ്വദിച്ചു പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ തൗബ ശരിയായിട്ടില്ല. മറിച്ച് അതിലൊരുവന് ഖേദം വേണം. ആ ചെയ്തു പോയതിൽ അവൻ്റെ മനസ്സ് നീറിപ്പോകണം. അതാണ് നദം, അവന് ഖേദം വേണം ചെയ്തു പോയതിൽ. അതുപോലെ നാലാമത്തെ നിബന്ധന, അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന നിശ്ചയദാർഢ്യം, ഉറപ്പ് വേണം. എന്ന് പറഞ്ഞാൽ മനസ്സിൽ അവൻ ഉറച്ച തീരുമാനമെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ ഒരാൾ ഷർത്ത് പാലിച്ച് തൗബ ചെയ്ത്
പിന്നെ ഒരാൾ തെറ്റിൽ വീണാൽ അവൻ്റെ ആദ്യത്തെ തൗബ ബാത്തിലായി പോവുകയില്ല, അത് തൗബ തന്നെയാണ്. ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തൗബ അത് തൗബ തന്നെയാണ്. അവന് ഇനി മടങ്ങുകയില്ല എന്ന നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. ഇനി നോക്കൂ, അഞ്ചാമത്തേത് എന്താണ്? തൗബ അതിൻ്റെ സമയത്തായിരിക്കണം. എന്താണ് തൗബയുടെ സമയം? തൗബ അള്ളാഹു സ്വീകരിക്കാൻ സമയമുണ്ട്, ആ സമയം കഴിഞ്ഞ് അത് സ്വീകരിക്കുകയില്ല. ഒന്ന് ആമായ സമയമാണ്, എല്ലാവർക്കുമുള്ള സമയം. രണ്ടും ഓരോരുത്തർക്കും പ്രത്യേകമായുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചാൽ പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുകയില്ല. രണ്ടാമത്തേത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അള്ളാഹു അടിമയുടെ തൗബ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്തായിരിക്കും. അതിനു മുൻപ് എല്ലാവർക്കും തൗബക്ക് അവസരമുണ്ട്, എത്ര വലിയ ദോഷിയാകട്ടെ. ഈ രണ്ടാലൊരു സമയം വരുന്നതിന് മുൻപ് തൗബ ചെയ്താൽ അതിന് അള്ളാഹു തന്ന സമയത്താണ് ചെയ്യുന്നത്. സമയം കഴിഞ്ഞു പോയിട്ടില്ല, റൂഹ് ശരീരത്തിൽ ബാക്കിയുണ്ടോ, തൗബക്ക് അവസരമുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്യുക. അപ്പം ഈ 5 ഷർത്തുകൾ, ഇഖ്ലാസ് ഉണ്ടാവുക, അതുപോലെ ആ തിന്മ അവസാനിപ്പിക്കുക, 3 അതിൽ ഖേദമുണ്ടാവുക, അതുപോലെ 4-മത്തെ കാര്യം ഇനി അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കുക. 5-മത്തേത് തൗബയുടെ സമയത്തായിരിക്കുക. 6-മതൊരു നിബന്ധന കൂടിയുണ്ട്, തെറ്റ് നമ്മളും ഒരു സൃഷ്ടിയും തമ്മിലുള്ളതാണെങ്കിൽ, ഒരാളെ ദ്രോഹിച്ചതോ അയാളുടെ പണം എടുത്തതോ അയാളുടെ സ്വത്ത് തട്ടിയെടുത്തതോ മറ്റോ ആണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അയാളുമായി പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇത് ആളുകളുമായുള്ള ഇടപാട് ആണെങ്കിൽ ഇങ്ങനെയാണ് സ്ഥിതി. ഇനി സഹോദരങ്ങളെ, അടുത്ത ഒരു വിഷയം എന്നത് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ, അല്ല രണ്ടും ഒന്നാണോ? തൗബ നടത്തുക, ഇസ്തിഗ്ഫാർ നടത്തുക. തൗബ ഞാൻ ഈ പറഞ്ഞതാണ്. എന്നാൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിഗ്ഫാർ എന്നത് പാപമോചനം തേടുക എന്നതാണ്. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊന്നാണ് തൗബക്ക് സമയമുണ്ട്, ഇസ്തിഗ്ഫാറിന് എന്തില്ല, സമയമില്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ ആൾക്ക് വേണ്ടി നമ്മൾ എന്ത് നടത്തും? ഇസ്തിഗ്ഫാർ നടത്തും. യഥാർത്ഥത്തിൽ തൗബ അയാൾക്ക് മരണത്തോടെ അവസാനിച്ചു. എന്നാൽ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പാപമോചനം അയാൾക്ക് ശേഷവും നടത്താം. രണ്ടാമത്തെ വ്യത്യാസമാണ്, തൗബ എന്നത് തെറ്റുകാരനാണ് ചെയ്യേണ്ടത്, വേറെ ആൾക്ക് വേണ്ടി എനിക്ക് തൗബ ചെയ്യാൻ പറ്റൂല. ഒരാൾക്ക് അയാളുടെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി തൗബ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇസ്തിഗ്ഫാർ നടത്താം, പാപമോചനം തേടാം. മലായിക്കത്ത് മുഅ്മിനുകൾക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തും, പക്ഷേ തൗബയില്ല. തൗബ അത് തെറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു വ്യത്യാസം അതാണ്. രണ്ടാമത്തെ വ്യത്യാസം, അതിന് സമയമുണ്ട്, എന്നാൽ ഇസ്തിഗ്ഫാറിന് സമയമില്ല. സഹോദരങ്ങളെ, ഇവിടെ വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തൗബയും ഇസ്തിഗ്ഫാറും ഒരുമിച്ചുണ്ടാവുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ തൗബ ഇല്ലാതെ ഇസ്തിഗ്ഫാർ ഒരാൾ നടത്തുകയാണ്, തൗബ ഇല്ലാതെ ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ഒരാൾ ഒരു തിന്മ ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്. ആ സിഗരറ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞ് ഇവനറിയാം 2 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത് വലിക്കും. വലിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറയണം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. ഇസ്തിഗ്ഫാർ ഉണ്ടായിട്ടുണ്ട്, തൗബ ഉണ്ടായോ? ഇല്ല, തൗബയുടെ നിബന്ധനകൾ പാലിച്ചിട്ടില്ല. ഈ രൂപത്തിൽ തൗബ ഇല്ലാത്ത ഇസ്തിഗ്ഫാർ ഒരാൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ? തൗബ ഇല്ലാത്ത ഇസ്തിഗ്ഫാർ ഒരാൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ? അത് പ്രയോജനപ്പെടുന്ന സമയമുണ്ട്, പ്രയോജനപ്പെടാത്ത സമയമുണ്ട്. എപ്പോഴാണ് പ്രയോജനപ്പെടുക? ഒരാൾ ഇതുപോലൊരു തിന്മ, സിഗരറ്റ് വലിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു തിന്മ, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. എന്നാൽ ആ തിന്മക്ക് മുൻപിൽ അവൻ ദുർബലനായി പോവുകയാണ്, അവനത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ആ തിന്മ അവൻ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, അവൻ തിന്മയുടെ മുന്നിൽ ദുർബലനായി പോകുന്നു, അവൻ്റെ ശഹവത്തിന് മുന്നിൽ. അള്ളാഹുവിനോട് അവന് പേടിയുമുണ്ട്. ആ പേടി കൊണ്ടാണ് അവൻ ഇസ്തിഗ്ഫാർ പറഞ്ഞതെങ്കിൽ അവനത് പ്രയോജനപ്പെടും, അത് പാഴായി പോവുകയില്ല, അത് പാഴായി പോവുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തൗബ അവന് സംഭവിച്ചിട്ടില്ല,
പക്ഷേ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണം അവന് ഉണ്ടാകും, അതുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ അവസ്ഥ എന്താണ്? ഒരുവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയാണ്, അവൻ്റെ മനസ്സിൽ യാതൊരു പേടിയില്ല, മനസ്സിൽ ആ തെറ്റിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല, ഇങ്ങനെ വെറുതെ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന്, അതും പിടിച്ചു പറയാം. അവൻ്റെ ഹൃദയത്തിൽ യാതൊരു പേടിയുമില്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കദ്ദാബിൻ്റെ ഇസ്തിഗ്ഫാറാണ്. അവൻ പറയുന്നതുമായി മനസ്സിന് യാതൊരു ബന്ധവുമില്ല, അതവന് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അതല്ലാത്തത് അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവന് പ്രയോജനപ്പെട്ടേക്കും ചില നിലക്ക്. എന്നാൽ ഏറ്റവും പൂർണ്ണത അത് തൗബയുടെ കൂടെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്, രണ്ടും ഒരുമിച്ചുണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ധാരാളമായി പറയുക. റബ്ബ് ഗ്ഫിർലി വതുബ് അലൈഹി ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ ഇരുന്നാൽ 100ഓളം തവണ പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വർദ്ധിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. ഈ തൗബയെക്കുറിച്ച് ഇസ്തിഗ്ഫാറിനെ കുറിച്ചുള്ള ഹദീസുകൾ പഠിക്കുമ്പോൾ ഇതാരെയും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ല, മറിച്ച് തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, അവനെക്കുറിച്ച് നിരാശ വരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇതെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്തിനാൽ എനിക്കും നിങ്ങൾക്കും പുറത്തു തരുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم توفنا مسلمين والحقنا بالصالحين. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. والسلام عليكم ورحمة الله وبركاته. إن شاء الله نسكان 5 മിനിറ്റിന് ശേഷം ആരംഭിക്കുന്നതാണ്.